ജീവിതത്തിന്റെ സായാഹ്നത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും കഴിയുന്ന വൃദ്ധ മാതാപിതാക്കൾക്ക് മുന്നിൽ ഞാൻ ഈ സ്കിറ്റ് സമർപ്പിക്കുന്നു. ഈ സ്കിറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികളാണ്. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായോ അതിന്റെ നൈതികതയുമായോ വലിയ ബന്ധമൊന്നുമില്ലാതെ ഗൾഫ് നാടുകളിൽ കഴിയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സ്കിറ്റ് അവതരിപ്പിക്കുന്നതിലൂടെ ജീവിതത്തിന് ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇന്നത്തെ യുവതലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കരുണ, ആർദ്രത, കരുതൽ തുടങ്ങിയ സനാതന മൂല്യങ്ങൾ ഈ ചെറിയ ചിത്രീകരണം തുറന്നു കാട്ടുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഇതൊരു സന്ദേശമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നീതാ പാട്ടുപാടിയിടുന്നു. മനമേ വേഗം ഉണർന്നീട്ടേശു ഹരനെ പാടി സ്തുതിക്കാം. മനമേ വേഗം ഉണർന്നീട്ടേശു ഹരനെ പാടി സ്തുതിക്കാം. ജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു നീ കിടന്നു. മൃഗത്തെക്കാളും നിർവിചാരിയ ഉറങ്ങാതെൻ്റെ മനമേ. മൃഗത്തെക്കാളും നിർവിചാരിയ ഉറങ്ങാതെൻ്റെ മനമേ. എന്നെയാണോ മനുഷ്യനെ നിങ്ങൾ ഈ മൃഗജാലങ്ങളെന്നൊക്കെ ഉദ്ദേശിക്കുന്നേ? ഓ, നിന്നെയാണോ? അകത്ത് കണ്ടില്ലേ കൊറോണം പോത്തുപോലെ കിടന്നുറങ്ങുന്നേ. മണി 7 ഇവർക്കൊന്നും എഴുന്നേൽക്കാനായില്ലേ? അതേ, ഇന്നാ കട്ടൻ കാപ്പി. ഇന്നെന്താടി കുഞ്ഞമ്മേ കാപ്പി ഇത്രയും താമസിച്ചത്? ഓ, എന്നാ പറയാനാ, ഇവിടുത്തെ ഭരണക്കാരി ഉണ്ടല്ലോ, നമ്മുടെ മരുമോള്, അവൾ അടുക്കളയിൽ നിന്നും മാറാതെ എനിക്ക് അങ്ങോട്ട് കയറി കാപ്പി ഉണ്ടാക്കാൻ പറ്റുമോ? അതെന്താടി അങ്ങനെ? ഓ, നമുക്കൊക്കെ വൃത്തി പോരാ, വെടുപ്പ് പോരാ, പാശം പോരാ. ഇത് മരുമോടെ ഭരണകാലം, നമുക്കിത് കഷ്ടകാലം. അവൾക്കെന്നും കംപ്ലൈന്റ്, എനിക്ക് വൃത്തിയും പേരും പോരാ. ഞാനാണ് ഓൾഡ് മോഡൽ, അവളാണ് ന്യൂ ഫാഷൻ. ഇത് മരുമോടെ ഭരണകാലം, നമുക്കിത് കഷ്ടകാലം. അല്ല, പിള്ളേര് പറയുന്നതിലൊരു കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നിനക്കൊരു ചുരിദാറിട്ട് നിന്നൂടേടി. ഒന്ന് പോ മനുഷ്യ. അല്ല, ഞാൻ ഓർക്കുമായിരുന്നു, ഒരു കാലത്ത് ഈ കരയിലെ പെണ്ണുങ്ങളുടെ എല്ലാം കൊച്ചമ്മ ആയിരുന്നവളാണോ ഈ പറയുന്നത്? ഓ, ഇത് പറയുന്ന കേട്ടാ തോന്നും നിങ്ങൾക്ക് ഇവിടെ വലിയ വിലയാന്ന്. ചിലപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും. എന്തോ ഒരു പ്രതാപത്തിൽ കഴിഞ്ഞ മനുഷ്യനാ, ഇപ്പോൾ കാശിന് വിലയില്ല. ചില മരുമക്കൾ വന്ന് കേറിയ പിന്നെ ഇങ്ങനെയൊക്കെ ആ കുഞ്ഞമ്മേ. സ്വോത്രം, എനിക്കെന്താടി ഷുഗറിന്റെ അസുഖമുണ്ടോ? ആ, എന്നാ പറ്റി? ഇതിന് മധുരമില്ലല്ലോ. ഓ, അതാണോ? ഇനി അങ്ങോട്ട് ജീവിതത്തിൽ വലിയ മധുരം ഒന്നും കാണത്തില്ല. അതെന്താടി അങ്ങനെ? മരിമോളൊരു വില്ലെത്തിയ പഞ്ചാര പാത്രം മാറ്റി വച്ചു. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ ചാടി മേക്കിട്ടു കേറാൻ വന്നു. വേണ്ടായി പഞ്ചാര,
എന്തായാലും നന്നായി. ഇനി കട്ടൻ കാപ്പി കുടിച്ചാൽ മതി, നിങ്ങൾ കട്ടൻ കാപ്പി കുടിച്ചാൽ മതി. ഓഹോ, എന്നാ പിന്നെ അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. നമ്മളുടെ മോനോട് തന്നെ ചോദിക്കാം. ക്ലാരേ, മോളെ ക്ലാരേ. നമ്മുടെ മോനെ വിളിക്കുന്നതിന് പകരം അവളെ വിളിക്കുന്നത് എന്തിനാ? എടി, അവളെ വിളിച്ചാ മതി, അവൻ അവളുടെ പിന്നാലെ വന്നോളും. പെൺകോന്തൻ. നിനക്ക് സ്വന്തമായി നടക്കാൻ ത്രാണിയില്ലേടാ, അവളെ പിടിച്ചോണ്ടേ നടക്കത്തുള്ളോ? ത്രാണി ഉണ്ടല്ലോ, ഇല്ലേ ക്ലാരെ? ദാ. ഓഹോ, നാണം കെട്ടവൻ. നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നവനാണോടാ? ആണല്ലോ, ഇല്ലേ ക്ലാരെ? എന്നോട് ചോദിക്കാതെ അവരോട് ചോദിക്കും മനുഷ്യ. ആവശ്യത്തിൽ കൂടുതൽ നിനക്ക് ശരീരം ഉണ്ടല്ലോടാ, എന്നിട്ടും എല്ലാത്തിനും നിനക്ക് ഭാര്യയുടെ താങ്ങ് വേണോടാ. നിനക്ക് സ്വന്തമായ അഭിപ്രായം ഒന്നുമില്ലേ? സ്വന്തം അഭിപ്രായം ഉണ്ടല്ലോ. എൻ്റെ അഭിപ്രായത്തിലല്ലേ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചേ. അതെന്തായാലും എൻ്റെ മോൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു. എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതെന്താ അമ്മച്ചി? ഓ, ഇവൻ നന്നാവൂല. അത് പോട്ടെ. എടാ, നിന്റെ ഭാര്യയ്ക്ക് എന്താ ഞങ്ങളോട് ഇത്തരം വേർതിരിവ്? അതെ, ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന ഹല്ലേലൂയ സ്തോത്രം ഒന്നും വിളിച്ചു പോവല്ലേ എന്ന്. അയൽവക്കത്തെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. എടി അത് പിന്നെ നമ്മുടെ അപ്പച്ചൻ ഒരു പഴയ വിശ്വാസിയല്ലേ. അതുകൊണ്ട് ഈ സിറ്റൗട്ട് ഇരുന്ന് കൂവണോന്ന്? വേണ്ട, കൂവണ്ട, കൂവരുത്. പതുക്കെ ഒക്കെ വേണേ സ്തോത്രം അല്ലേ ഞാൻ പറഞ്ഞോട്ടെ, അല്ലേ? അല്ല, വേണ്ട, അതും വേണ്ട. അതെ, 2 പേരോട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി മുതൽ ഇതാണ് നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന പാത്രം. അടുക്കളയിൽ കയറി കാണുന്ന പാത്രങ്ങളൊന്നും എടുക്കല്ലേ. അത് പിന്നെ കുട്ടികൾ യൂസ് ചെയ്യത്തില്ല. ദാ, എവിടാന്ന് വെച്ചാ കൊണ്ടുവയ്ക്കും. നല്ലതാണല്ലോ, നല്ല പാത്രം അപ്പച്ചോ അമ്മച്ചി. ഹല്ലേലൂയ, സ്തോത്രം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ദേ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ അപ്പനെയും അമ്മയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എങ്ങോട്ടേലും മാറ്റും. ക്ലാര, അതിനിപ്പോ പ്രത്യേകിച്ച് ഇവിടെ എന്തുണ്ടായി? കാലത്തും മധ്യാനത്തും സന്ധ്യക്കേതു നേരത്തും, കാലത്തും മധ്യാനത്തും സന്ധ്യക്കേതു നേരത്തും, കിളവനും കിളവിയും ചലബില പറയുന്നു, ഇതെന്തൊരു ശല്യം, വയ്യാവേളികൾ സഹിക്കാൻ പറ്റില്ലേ, ഇനി സഹിക്കാൻ പറ്റില്ലേ, ഇതെന്തൊരു ശല്യം, വയ്യാവേളികൾ സഹിക്കാൻ പറ്റില്ലേ, ഇനി സഹിക്കാൻ പറ്റില്ലേ. ഓക്കെ, നീ പറയുന്ന എല്ലാം ശരിയാ. പക്ഷെ നമ്മളിപ്പോ അവരെ എങ്ങോട്ട് മാറ്റും? ടൗണിൽ നല്ല ബെസ്റ്റ് ഓൾഡ് ഏജ് ഹോം ഉണ്ട്. They will take care. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? നിങ്ങൾ ഇതും പറഞ്ഞ് ഇവിടെ ഇരുന്നോ? നമ്മുടെ മകൾക്ക് അടുത്താഴ്ച ചെറുക്കൻകോട്ട് കാണാൻ വരുന്നുണ്ട്. അത് നിങ്ങൾ മറന്നോ? ഈ അപ്പച്ചൻ ഇവിടെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുന്നത് വരുന്നവര് കേട്ടാൽ നാണക്കേടാ. നോക്കട്ടെ, അപ്പച്ചനും അമ്മച്ചിയുടെ അടുത്ത് ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പോകും ഈ കിളവൻ എന്റെ വീട്ടിന്ന്, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്ന് പോകും ഈ കിളവൻ എന്റെ വീട്ടിന്ന്, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു ഞാനും ഫ്രണ്ട്സും ഒത്ത് പാടിയാർക്കുമേ, എന്നെനിക്കു സാധ്യമോ നല്ല നാളുകൾ. അന്നു ഞാനും ഫ്രണ്ട്സും ഒത്ത് പാടിയാർക്കുമേ, എന്നെനിക്കു സാധ്യമോ നല്ല നാളുകൾ. എടാ മക്കളെ, നിങ്ങളെ എവിടെ പോന്നു? ഇവിടെ നാളെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട് അപ്പച്ച. കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോവാ. നിങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളോട് മിണ്ടില്ല. നിങ്ങളെങ്കിലും മിണ്ടിയും പറഞ്ഞു പോവാ മക്കളെ. അതിനൊക്കെ ഞങ്ങൾക്ക് എവിടെയാ സമയം അപ്പച്ച? ഓ, നിങ്ങൾക്കിപ്പം സമയമില്ല. പണ്ടൊക്കെ
അപ്പച്ചൻ കഥ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടന്ന പിള്ളേരെ. അതിനപ്പച്ച ഞങ്ങൾ കൊച്ചു കുട്ടികളൊന്നും അല്ല കഥ കേട്ടിരിക്കാൻ. അപ്പച്ച ദേ ഇവൾക്ക് നാളെ പെണ്ണ് കാണാൻ ആള് വരുന്നുണ്ട്. ഇവൾ അത്രയ്ക്കും വളർന്നു. അപ്പച്ചനൊന്നും അറിഞ്ഞില്ലേ? അപ്പച്ച പിന്നെ ഒരു ഉപകാരം ചെയ്യണം. നാളെ ഗസ്റ്റ് വരുമ്പോ ഇവിടെ ഇരുന്ന് ഒരിക്കൽ ഹല്ലേലൂയ സ്തോത്രം ഒന്നും പറയരുതേ. അപ്പച്ച അവർ അമേരിക്കക്കാരാ, ഞങ്ങളെ നാണം കെടുത്തരുതേ. ഇല്ല ഇല്ല, മക്കൾ ധൈര്യമായിട്ട് പോയിക്കോ. അപ്പച്ചൻ ഒറ്റ ഒരു അക്ഷരം വേണ്ടില്ല. ആ പോയിക്കോ പോയിക്കോ പോയിക്കോ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അപ്പച്ച ഇന്ന് ടെസിമോളെ കാണാനേ ഒരു കൂട്ടർ വരുന്നുണ്ട്. അപ്പച്ചനെ ഈ ഉടുപ്പൊക്കെ ഒന്ന് ഇട്ട് ഇവിടെ ഒന്ന് ഇരുന്നേ. ഇതും വായിച്ചോണം, മിണ്ടാതെ ഇവിടെ ഇരുന്നാണ്, അകത്തോട്ടൊന്നും കയറി വരരുത്. അപ്പച്ച പിന്നെ സ്തോത്രം ഹല്ലേലൂയയും പറയണോന്ന് തോന്നുമ്പോ ഇതങ്ങ് വായിച്ചാ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്. ക്ലാരയ്ക്ക് അത് നാണക്കേട്, അതുകൊണ്ടാ കേട്ടോ. അച്ചായ അവര് വന്നെന്ന് തോന്നുന്നു. വരണം വരണം. വന്നാലും എല്ലാരും വന്നാട്ടെ. വെൽക്കം വെൽക്കം. പാപ്പച്ച യാത്ര ഒക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? അതെ അതെ അതെ, സുഖമായിരുന്നു സുഖമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ അപ്പച്ചൻ. നിങ്ങൾ അകത്തോട്ട് പോരെ. ഇതാരാണ് ജോസേ? ഞാനാണ് ചെറുക്കൻ്റെ ഡാഡി. ഇത് മമ്മി. ഇതാണ് ചെറുക്കൻ. ഇതൊക്കെ വേണ്ടപ്പെട്ടവരാ. നീ രക്ഷിക്കപ്പെട്ടതാണോടാ കൊച്ചനെ? അതെന്തോ അപ്പച്ചോ? രക്ഷിക്കപ്പെടുന്നതോ? അതെ, അവലൂസുണ്ട പോലെ ഒരു സാധന. ആ അവലൂസുണ്ടയോ? അതെനിക്ക് ഇഷ്ടമാ, ഞാൻ ഇഷ്ടം പോലെ തിന്നും. ആ നിന്നെ കണ്ടാലും അറിയാം നീ ഇഷ്ടം പോലെ തിന്നുന്ന കൂട്ടത്തിലാണെന്ന്. അപ്പച്ച നിങ്ങളല്ല അകത്തോട്ട് വാ. ഓ അത് സാരമില്ല, അപ്പച്ചനല്ലേ, എന്തുവല്ലൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യട്ടെ. ദേ ഇവനേതാ? ഇവന് ചെവിയിൽ ഒച്ച അടിച്ചിരിക്കുന്നു. അതൊച്ചല്ല അപ്പച്ച, ഹെഡ്ഫോണാ. What is this old man saying? എന്തുവാടാ കൊച്ചനെ നീ വായ കൊള്ളാത്ത ഭാഷ പറയുന്നേ? വന്നാട്ടെ വന്നാട്ടെ. നീ ഏതാടാ കൊച്ചനെ? ഞാൻ ഇവിടെ ഇവിടെ വന്ന ഡ്രൈവറാ അപ്പച്ച, പേര് ബിജു. നീ അകത്തോട്ടൊന്നും പോന്നില്ലേ? ഓ ഇല്ല. എന്നാ നീ അവിടെ ഇരിക്കെ, ഞാൻ ഈ പത്രം നോക്കട്ടെ. എന്നെ പറ്റി അപ്പച്ച? What happened, bro? ഈ പത്രത്തില് എഴുതിയിരിക്കുന്നത് കണ്ടോ? എല്ലാവരും മരിച്ചോ? അല്ല നീ, പസഫിക് സമുദ്രത്തിന്റെ ആഴം 35,000 അടി. എന്റെ അപ്പച്ച പസഫിക് സമുദ്രത്തിന് 35,000 അടി ആഴ്ചയുണ്ടെന്നും പറഞ്ഞിട്ട് അപ്പച്ചൻ എന്തിനാ ഹല്ലേലൂയ സ്തോത്രം പറയുന്നത്? എടാ മക്കളെ, നീക്ക 7:19 വായിച്ചിട്ടില്ലേ? അവരുടെ പാപങ്ങളെ ഒക്കെയും ഈ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയും. ദൈവം നമ്മളുടെ അകൃത്യങ്ങളെ 35,000 അടി താഴ്ചയിലാണല്ലോ ഇട്ടിരിക്കുന്നത് എന്ന് ഓർത്തപ്പോൾ ഹല്ലേലൂയ എന്ന് അറിയാതെ പറഞ്ഞു പോയതാ. ഹോ, പേടിച്ചു പോയി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞല്ലേ, അടുത്ത ആഴ്ച കാണാം. എന്നാ ശരി, കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ഞങ്ങളെല്ലാം അങ്ങോട്ട് വന്നേക്കാം. ഞങ്ങളെ നാണം കെടുത്തിപ്പോ രണ്ടുപേർക്ക് സമാധാനമായല്ലോ. അപ്പച്ചനും അമ്മച്ചി ഇങ്ങ് വന്നേ, നമുക്ക് ഒരു സ്ഥലം വരെ പോകാം. വൃദ്ധസദനത്തിലേക്കല്ലേ? അതെങ്ങനെയാ അപ്പച്ചന് മനസ്സിലായേ? ഞാൻ നിന്റെ അപ്പനല്ലടാ. നീ മനസ്സിൽ കാണുമ്പോൾ ദൈവം അതെനിക്ക് മാനത്ത് കാണിച്ചു തരും. തന്നെയുമല്ല, ഈ പ്രായത്തിലുള്ള മാതാപിതാക്കളെ സാധാരണയായ മക്കൾ വൃദ്ധസദനങ്ങളിലാണല്ലോ താമസിപ്പിക്കുന്നത്. അല്ല അത് പിന്നെ എന്തായാലും ഞങ്ങൾ വരാം. അതിനു മുമ്പ് ഒരു നിമിഷം. മോളെ ക്ലാരേ, നീ ഇങ്ങ് വന്നേ. പോകുന്നതിന് മുമ്പ് നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിലൊരു സമ്മാനമുണ്ട്. സമ്മാനോ? എന്താണ് അപ്പച്ച? ഇതെന്തുവാ? ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന പാത്രമല്ലേ? ഇതെന്നാത്തിനാ അപ്പച്ച ഞങ്ങൾക്ക് തരുന്നേ? നിങ്ങൾക്കും 2 മക്കൾ വളർന്നു വരുന്നുണ്ടല്ലോ. മനസ്സിലായില്ല. നിങ്ങളും
ഞങ്ങളെ പോലെ പ്രായമാകും. അന്ന് ഒരുപക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾ ഇതുപോലെ 2 പാത്രങ്ങൾ തന്നേക്കാം. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇത് കയ്യിൽ വെച്ചു. പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന പ്രവണത ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളെ ഓർക്കുക. പുറപ്പാട് 20:12 നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. വാടി കുഞ്ഞമ്മേ, നമുക്ക് പോവാം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവ്